വളരെ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. പ്രസാദ്, ഞാൻ വ്യാസുനിലേക്ക് പോകുന്നു. മുന്നണി മാറ്റത്തിൽ ജോസ് കെ മാണി കോൺഗ്രസിലെ താല്പര്യം അറിയിച്ചു എന്ന സൂചനയാണ് ലഭിക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. ദില്ലിയിൽ അടുത്തയാഴ്ച ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. സീറ്റ് വിഭജന ചർച്ചകൾക്കായി കേരള നേതാക്കൾ അടുത്തയാഴ്ച ദില്ലിയിൽ എത്തുന്നുമുണ്ട്. പി ആർ സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ സോണിയാഗാന്ധി ജോസ് കെ മാണിയെ വിളിച്ചു എന്ന വാർത്ത നമ്മൾ നേരത്തെ കണ്ടു. അതിന്റെ തുടർച്ചയായി ജോസ് കെ മാണി UDF-ലേക്ക് പോകാൻ താല്പര്യം അറിയിച്ചു എന്നതിന്റെ സൂചനയാണോ ലഭിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഡൽഹിയിൽ വെച്ചായിരിക്കും ചർച്ചകൾ എന്നതാണോ നമുക്കറിയാനാകുന്നത് സുനിൽ? സ്മൃതി, എന്തായാലും UDF-ലേക്ക് പോകുന്നതിന് താല്പര്യം ജോസ് കെ മാണി തന്നെ കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ തന്നെ നൽകുന്ന വിവരം. അപ്പോൾ ആ നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ജോസ് കെ മാണി UDF-ലേക്ക് വരുന്നത് കോൺഗ്രസിന് UDF-നെ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസും വിലയിരുത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും സീറ്റിന്റെ കാര്യത്തിലൊക്കെ തന്നെ ചർച്ചകൾ നടത്തേണ്ടി വരും. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് നൽകിയ സീറ്റുകൾ കുറെ അതിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു സാഹചര്യമുണ്ടാകും. അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ തന്നെ ഒരു ധാരണയിലെത്തണം. അതിനു മുൻപ് ഏതായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് UDF-ലേക്ക് പോവുക എന്നൊരു നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ വിശദമായ ചർച്ചകൾ വേണ്ടിവരും എന്ന ഒരു സൂചന തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത്. കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് തീരുമാനിക്കാനായി സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ ആദ്യ യോഗം വരുന്ന 16-ാം തീയതി ദില്ലിയിൽ നടക്കുന്നുണ്ട്. അതിനായി കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ദില്ലിയിൽ വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മുന്നണി വിപുലീകരണം സംബന്ധിച്ച് ഇപ്പോൾ തുടരുന്ന ഈ ചർച്ചകളുടെ അടുത്ത ഘട്ടം ദില്ലിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ജോസ് കെ മാണി അതിനു മുൻപ് പ്രധാനപ്പെട്ട നേതാക്കളുമായി ആശയവിനിമയം അടുത്ത ലെവലിൽ നടത്താനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന സൂചനയനുസരിച്ച് പ്രധാനപ്പെട്ട പല നേതാക്കളുമായും ടെലിഫോണിൽ ജോസ് കെ മാണി സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് എത്രയും വേഗം UDF-ലേക്ക് എത്തുക എന്നൊരു വഴിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. കോൺഗ്രസും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതേസമയം സോണിയാഗാന്ധി ജോസ് കെ മാണിയെ ഫോണിൽ വിളിച്ചു എന്ന കാര്യം ഹൈക്കമാൻഡ് നേതാക്കൾ സ്ഥിരീകരിക്കുന്നില്ല. കാരണം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അവർ ചികിത്സയിലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെയൊരു ഫോൺ വിളിക്ക് സാധ്യതയില്ല എന്ന് നേതാക്കൾ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ജോസ് കെ മാണിയെ UDF-ലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും സജീവമായി നടത്തുന്നുണ്ട്. ഏതായാലും അടുത്ത ആഴ്ച വളരെ നിർണായകമായിരിക്കും. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ദില്ലിയിലുള്ള സാഹചര്യത്തിൽ തീർച്ചയായും ഈ വിഷയത്തിൽ വിശദമായ ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നേരത്തെ പ്രസാദ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അധികം സമയമില്ല. എത്രയും വേഗം ഇക്കാര്യത്തിലൊക്കെ തന്നെ തീരുമാനം എടുക്കേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയും ഒക്കെ തന്നെയുണ്ട്. ബജറ്റ് പ്രഖ്യാപനം തീരുന്നതോടുകൂടി ഈ 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം സംബന്ധിച്ച നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകും. അപ്പോൾ അതിനു മുൻപേ തന്നെ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു ധാരണയിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ ചൂടുപിടിച്ച ചർച്ച ഈ വിഷയത്തിൽ നടക്കും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും ഹൈക്കമാൻഡ് നേതാക്കളും ഒപ്പം തന്നെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളും ശരി സുനിൽ, ഏതായാലും ഡൽഹിയിൽ വെച്ചായിരിക്കും ജോസ് കെ മാണിയുമായുള്ള പ്രധാനപ്പെട്ട ചർച്ച നടക്കാനിരിക്കുന്നത്. മുന്നണി മാറ്റത്തിൽ താല്പര്യം അറിയിച്ചു കഴിഞ്ഞു എന്നുള്ള വിവരമാണ് സുനിൽ നൽകുന്നത്.